ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ക്വിക്ക് റീഡിങ്സ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ടോപ്പിക്ക് വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ് ആവാൻ വേണ്ടിയിട്ട് മൈൻഡിൽ വെച്ചിരിക്കേണ്ട 3 കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാനിവിടെ 3 കാർഡ്സ് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോർഡ്സ്, എംപറർ കാർഡ് ആൻഡ് പേജ് ഓഫ് സോർട്സ്. ഓക്കെ, അതായത് നിങ്ങൾ കുറച്ചുകൂടെ ബോൾഡ് ആകണം, അതുപോലെ തന്നെ ആക്ഷൻസ് എടുക്കേണ്ട ടൈമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഭയമുണ്ടാകും. ഓക്കെ, ആ ഒരു ഭയമൊക്കെ മാറ്റി വയ്ക്കണം. നിങ്ങളുടെ എനർജി നിങ്ങൾ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ലോ എനർജിയിലാണ് കാണപ്പെടുന്നത്. പെട്ടെന്ന് തന്നെ നിങ്ങൾ ആക്ഷൻസ് എടുക്കണം. നിങ്ങൾ ആ ഒരു റൈറ്റ് ടൈം അല്ലെങ്കിൽ റൈറ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോകുക. അതിനുള്ള റിസൾട്ട് ആ ഒരു റൈറ്റ് ടൈമിന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗോൾസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് പിറകെ പൊക്കോളൂ എന്നാണ് പറയുന്നത്. സ്പീഡ് കൂട്ടിക്കോളൂ. അതായത് നിങ്ങൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തുടങ്ങിക്കോളൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് എംപറർ കാർഡാണ്. അതായത് നിങ്ങളിപ്പോൾ ലൈഫിൽ ഒട്ടും ചിട്ടയില്ലാതെയൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കണം. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് ലൈഫിൽ മുന്നോട്ട് പോകണം. റെസ്പോൺസിബിലിറ്റീസ് അതൊക്കെ ഏറ്റെടുക്കാനും ആ ഒരു ക്വാളിറ്റീസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് എടുക്കണം. പല പല കാര്യങ്ങളും ബോൾഡായിട്ടുള്ള ഡിസിഷൻസൊക്കെ എടുക്കേണ്ടി വരും. അത്രയും ഒരു പവർഫുള്ളായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയായി നിങ്ങൾ മാറണം. കോൺഫിഡൻസ് വേണം, മെച്യൂരിറ്റി വേണം. ആ ഒരു പേഴ്സണാലിറ്റി ആകണമെന്നുള്ളതാണ്. അത് പെട്ടെന്ന് ആകാൻ പറ്റുന്ന ഒന്നല്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഫിയർ ആണല്ലോ എല്ലാത്തിനും നമ്മൾ സക്സസ് ആകാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡിലുള്ള ഒരു ഫിയർ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫിയറിനെ നമ്മൾ ഓവർകം ചെയ്യാൻ എന്ന് പഠിക്കുന്നു അന്ന് നമ്മൾ ഓരോന്ന് നേടാൻ തുടങ്ങും. ആ ഒരു ഫിയറിനെ ഓവർകം ചെയ്യണമെങ്കിൽ ആ ഒരു എംപററിൻ്റെ പവർ നമുക്ക് വേണം. അത്രയും പവർഫുള്ളായിട്ടുള്ള ബോൾഡായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്ന ഒരു വ്യക്തിത്വമായി മാറണം നമ്മൾ. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോർട്സ് ആണ്. ആ കാർഡിൽ നമുക്ക് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ കറൻ്റ്ലി ആവശ്യമുള്ള 3 ക്വാളിറ്റീസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, നിങ്ങൾ നല്ല ബോൾഡായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയായി മാറണം. സെക്കൻഡ് വൺ, നിങ്ങൾ കുറച്ച് ഡിസിപ്ലിൻഡ് ആയിരിക്കണം, റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആകണം. തേർഡ് വൺ പറയുന്നത്, നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും ഒന്നും വേണ്ട. പക്ഷേ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. അത് പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസൊക്കെ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ.